ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ. ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പൈനാപ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്, വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇത് എഗ്ലെസ് ആണ്, പെട്ടെന്ന് സെറ്റാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൈനാപ്പിൾ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 പൈനാപ്പിൾ, പിന്നെ കുറച്ച് ഹാഫ് കപ്പ് ഷുഗർ എടുത്ത് വയ്ക്കുക. പിന്നെ മിൽക്ക് ബേസിന് 2 കപ്പ് മിൽക്ക്, പിന്നെ കണ്ടൻസ് മിൽക്ക് ഹാഫ് കപ്പ്, പിന്നെ ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം, പിന്നെ വാനില എസൻസ്. ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കുക. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് അത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതൊരു 10-20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക, ഒരു ഹാഫ് കപ്പ് വാട്ടറിൽ. നമ്മൾ ഫസ്റ്റ് ബേസ് ലെയർ ഉണ്ടാക്കും പൈനാപ്പിളിൻ്റെ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് 2 കപ്പ് പൈനാപ്പിൾ അതിലേക്ക് ഇടുക. പിന്നെ ഹാഫ് കപ്പ് ഷുഗർ അതിലേക്ക് ഇടുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പൈനാപ്പിൾ നല്ല പോലെ സോഫ്റ്റ് ആവണം, അതാവുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് മാറ്റി വയ്ക്കാം, കൂളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബൗളിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് ഒരു ലെയർ ആക്കിയിട്ട് പരത്തി വയ്ക്കും. ചൂടാറാൻ വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ മിൽക്ക് ബേസ് ഉണ്ടാക്കും. അതിനായിട്ട് ഒരു വലിയ സോസ് പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ അതിലേക്ക് ഒഴിക്കുക. പാലൊന്ന് ചൂടാവുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി കൊണ്ടുവരിക, അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട്. ഈ സമയം നമ്മൾ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യണം. പാലൊന്ന് ചൂടായി വരുമ്പം വാനില എസൻസ് ആഡ് ചെയ്യുക. ഒരു 2 ഡ്രോപ്പ് മതി. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന എത്ര മധുരം വേണോ അത്രയും ഷുഗർ ആഡ് ചെയ്യുക. കുറച്ചധികം ആഡ് ചെയ്ത് വെക്കണം, കാരണം പുഡിംഗ് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടെ ആഡ് ചെയ്യുക. ചൈന ഗ്രാസും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യും. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കണ്ടൻസ് മിൽക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക പാല്. ചൈന ഗ്രാസും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഓഫാക്കി വയ്ക്കാം. പാലും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചായിട്ട് ചൈന ഗ്രാസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇല്ലേ ചൈന ഗ്രാസിൻ്റെ മെൽറ്റ് ആവില്ല പാലിൽ.
ചൈന ഗ്രാസിൻ്റെ ടെമ്പറേച്ചറും പിന്നെ പാലിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം, എന്നാലേ അത് മെൽറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ബ്ലോക്സ് പോലെ വരും. അത് കുഴപ്പമില്ല, അത് എഡിബിളാണ്, പ്രശ്നമില്ല. വേണേൽ അങ്ങനെ മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അത് അരിച്ചിട്ട് പുഡിങ്ങിൻ്റെ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അധികം മെൽറ്റ് ആയിട്ടില്ല, എൻ്റെ അത്ര ബ്ലോക്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ബേസ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് റൂം ടെമ്പറേച്ചറിൽ തണുക്കാനായിട്ട് വെക്കുക. എന്നിട്ട് അത് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് 2 hour വയ്ക്കുക സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. എൻ്റെ ചൈന ഗ്രാസ് അത്ര മെൽറ്റായിട്ടില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് നട്ട്സ് കാരമലൈസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വെതറി കൊടുക്കുക സെർവ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ, വളരെ ഈസിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. So if you like the video, please like, comment, share and subscribe. എല്ലാവരും ഈ ഈസ്റ്ററിൻ്റെ ഈ ഡെസേർട്ട് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് പൈനാപ്പിൾ പുഡിംഗ് സെർവ് ചെയ്യാം. Hope you enjoyed the video. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.